ഇന്ന് നമുക്ക് കറുമുറ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വീട്ടിൽ ചോളമണി ഉണ്ടെങ്കിൽ വെറും 2 മിനിറ്റിൽ നമുക്ക് നല്ല തിയേറ്റർ സ്റ്റൈലിൽ പോപ്കോൺ റെഡിയാക്കാവേ. വൈകുന്നേരം ചായ കുടിക്കുമ്പോഴും അതുപോലെ നമ്മൾ ഫിലിം കാണുന്ന സമയങ്ങളിലൊക്കെ എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് കുറയ്ക്കണമെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. 2 മിനിറ്റ് മതിയേ. ഇതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വേണവേ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പോപ്കോൺ ഇട്ട് കൊടുക്കണം. ആ പോപ്കോൺ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണവേ. ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കരിയുകയും ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കണം, ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം നമ്മൾ പോപ്കോൺ പൊട്ടിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. എന്നിട്ട് നമുക്കിത് ഇനിയൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഓയിലൊന്ന് നല്ല രീതിയിൽ ചൂടായെന്ന് കാണുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്കിനി ഒന്ന് മൂടി വെച്ച് കൊടുക്കണമേ. ഇല്ലെന്നുണ്ടെങ്കിൽ പോപ്കോൺ പൊട്ടുമ്പോൾ എല്ലാം പുറത്തു പോകും. ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നമ്മൾ ഇതുവരെയും ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് മിക്സ് ചെയ്യാൻ. എന്നിട്ട് അടച്ചു വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇതേപോലെ ഓരോ ചോളമണി ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പൊട്ടി പൊട്ടി കിട്ടുവേ. നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോഴും വാങ്ങുന്ന ആ നല്ല മണത്തിലും നിറത്തിലുമുള്ള പോപ്കോൺ ഒട്ടും കഴിയാതെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവേ. ഈ പോപ്കോൺ വെറുതെ ഒരു രസത്തിന് കുറയ്ക്കാൻ മാത്രമല്ലേ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഇത്. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കടയിൽ നിന്നൊക്കെ കൃത്രിമമായിട്ട് കളറും ചീസ് പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിൽ എത്രയോ ബെറ്ററാണ്, ഹെൽത്തിയാണ്. നമ്മളിതുപോലെ വീട്ടിൽ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ഇതുപോലെ നമ്മൾ പോപ്കോൺ പൊട്ടിച്ചെടുക്കുന്നത് ഒത്തിരി ഗുണങ്ങളുമാണ്. ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വറുത്ത പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ധൈര്യമായി കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒന്നാണ് ഈ പോപ്കോൺ സ്നാക്സ്. കുട്ടികൾക്ക് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പലഹാരങ്ങൾ പ്രിസർവേറ്റീവ്സും കെമിക്കലുകളൊക്കെ ഉണ്ടാവുകയെ. എന്നാൽ വീട്ടിൽ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കുന്ന പോപ്കോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹെൽത്തി ഹോം മെയ്ഡ് പലഹാരമാണ് ഇത്. അങ്ങനെ നമ്മുടെ പോപ്കോൺ എല്ലാം അങ്ങനെ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. ആ മഞ്ഞപ്പൊടി ഇട്ടത് കൊണ്ടാണ് ആ ഒരു മഞ്ഞ കളർ വന്നിരിക്കുന്നത്. നമ്മളത് പൊട്ടി മേപ്പൊട്ട് വരുമ്പോൾ ചില ഭാഗങ്ങളിൽ മഞ്ഞപ്പൊടിയുടെ ആ കളറ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചില പോപ്കോൺ വെളുത്തിരിക്കുന്നത്. എങ്കിലും കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതുപോലെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോപ്കോണിൽ ഒരുപാട് കളറും ബട്ടറും ഒക്കെ ചേർക്കുവേ. അതിൽ എത്രയോ ഹെൽത്തിയാണ്. നമ്മൾ വീട്ടിൽ ഇതുപോലെ മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രം ചേർത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അതുപോലെ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.